നീ ആ എല്ലാം നശിപ്പിച്ചത്. പുകഞ്ഞ കൊള്ളി പുറത്ത്, നിനക്ക് നിന്റെ വഴി, എൻ്റെ അടിച്ച വേലിക്കകത്ത് കയറിയേക്കല്ല്, ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്നുള്ള ഒരു ഡയലോഗും കാണുന്നില്ല, കേൾക്കുന്നില്ല. എല്ലാ കുറവുകളോടും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഇത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക, ഈ ദൈവത്തെ ആരാധിക്കുക. ഈ ദൈവം മനുഷ്യൻ, സമൂഹം, കുടുംബക്കാർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ സകലരും തള്ളിക്കളഞ്ഞാലും ഈ ദൈവം നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല. എന്തെല്ലാം കുറവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ഈ നാളുകൾ വരെ പരാജയപ്പെട്ടു, വീണുപോയി, നാണം കെട്ടുപോയി, ഓ എന്നെ പോലെ നിർഭാഗ്യവാൻ ആരുണ്ട്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എല്ലാ കുറവുകളോടും കൂടെ ആയിരിക്കുന്ന അവസ്ഥയിൽ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും വെച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈ നല്ല ദൈവം ആ ധൂർത്തപുത്രന് മോതിരവും ചെരുപ്പും വസ്ത്രവും ഒക്കെ കൊടുത്തതുപോലെ കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ മാനിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഒരു ബൈക്ക് വേണം, വാഹനം വേണം, ഒരു ബൈക്ക്, ഒരു മോട്ടോർ ബൈക്ക് വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വേറെ ഒരാൾ പ്രാർത്ഥിക്കുവാണ്, എനിക്ക് മോട്ടോർ ബൈക്ക് ഒന്നും വേണ്ട, എൻ്റെ കൊച്ചിന് വെച്ചെഴുതാൻ ഒരു മേശ മേടിക്കാൻ പറ്റിയാൽ മതി എന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ ആവശ്യത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെ ചില ആവശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ദൈവമേ, എത്ര ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യനുള്ളത്. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഓ, ഇനിയൊന്നും എൻ്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല, ഇനി എങ്ങനെ നടക്കാനാ, എങ്ങനെ ശരിയാകാനാ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, അതിനെ പുറംതിരിഞ്ഞ് നിൽക്കണ്ട, മാറി നിൽക്കണ്ട, ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കുമോ എന്ന് ചിന്തിക്കണ്ട. വേറെ പണിയൊന്നുമില്ലേ, ഇത് കേട്ടോണ്ടിരിക്കാനാണോ നേരം എന്ന് ചിന്തിക്കൊന്നും വേണ്ട. ഒരു പക്ഷേ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്ന ഈ നിമിഷം ഇന്നൊരു അനുഗ്രഹത്തിന് കാരണമായാലോ, ഈ മാസം ഒരു പുതിയ തീരുമാനത്തിന് കാരണമായാലോ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അടുത്ത മാസം ഒരു അനുഗ്രഹത്തെ വെളിപ്പെട്ട് കിട്ടിയാലോ, ഒന്നിനെയും ചെറുതായി കാണാൻ പറ്റത്തില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ആവശ്യത്തെ